അല്ലിമോ ഔലാദക്കും മുഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന 7 വ്യക്തികളിൽ ഒരാളാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. കറുത്ത വംശജനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോളം സ്വഹാബികളിൽ വലിയ ഉന്നത സ്ഥാനം നേടിയ ആളുകൾ വളരെ കുറവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് തന്നെ ഒരുമിച്ച് കൂടുകയും അവിടുന്നൊപ്പം 23 വർഷക്കാലത്തോളം ഒപ്പം തന്നെ സഹവസിച്ച വലിയ ഒരു ഭാഗ്യവാനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഫീഖുൽ അലയിലേക്ക് പോയതിനു ശേഷം ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മദീനയിലേക്ക് പിന്നീടും ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം കാണുന്ന വസ്തുക്കളൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കേൾക്കുന്ന ഈണങ്ങളും കേൾക്കുന്ന ബാങ്കുകളും എല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മദീന പള്ളിയിലുള്ള ഓരോ വസ്തുക്കളും മദീന പള്ളിയിലുള്ള ഓരോ നടത്തവും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ആ ബന്ധം ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവിടെ നിന്നും ദമസ്കസിൽ ദാരിയ എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ അവിടെ പോയി താമസിച്ച് അവിടെ തന്നെ കല്യാണം കഴിച്ചു. ഒരു രാത്രി അവിടുന്ന് വിരിപ്പിൽ നിന്ന് എണീച്ചിങ്ങനെ കരയുകയാണ്. അപ്പോൾ സഹധർമ്മന് ചോദിച്ചു, എന്താണ് താങ്കൾ എന്തിനാണ് ഇന്ന് കരയുന്നതെന്ന് ചോദിച്ചു. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഉറക്കിൽ കണ്ടു, സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞു. ഭാര്യ ചോദിച്ചു, എന്താണ് കണ്ടത്? ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മഹാദൽ ജഫാ യാ ബിലാൽ അമാൻ തസൂറനി, എന്തൊരു പിണക്കമാണ് ബിലാലെ, നിനക്കെന്നെ സന്ദർശിക്കാനായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു. അങ്ങനെ പിറ്റേന്ന് തന്നെ ഷാമിൽ നിന്നും മദീനയിലേക്ക് അവിടത്തേക്ക് യാത്ര തിരിക്കുകയാണ്. മദീനയിലെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിടെ ഭരണം നടത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യകാല സഹചാരിയാണ്. സ്വീകരിച്ചിരുത്തി അങ്ങനെ പറഞ്ഞു, ബിലാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിങ്ങൾ വളരെ മനോഹരമായി ബാങ്ക് കൊടുത്തിരുന്നു, അതുപോലെ ഒന്ന് ബാങ്ക് കൊടുക്കാമോ? അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാത്തൊരു മദീനയിൽ എനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയുകയില്ല. കാരണം അന്നൊക്കെ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിൻ്റെ അരികിൽ പോയി പറയും, അസ്സലാ യാ റസൂലല്ലാഹ്, സമയമായിട്ടുണ്ട് നബിയെ. അപ്പോൾ റസൂലുള്ള പറയണം, പോയി ബാങ്ക് കൊടുക്കൂ എന്നുള്ളത്. അങ്ങനെയായിരുന്നു എൻ്റെ ചര്യ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്തൊരു മദീനയിൽ ബാങ്ക് കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല യാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു, ബിലാൽ ഒന്ന് ബാങ്ക് കൊടുക്കാമോ? അവിടെയും ആ ആവശ്യം നിരസിക്കപ്പെട്ടു. പിന്നീട് ബിലാൽ റളിയല്ലാഹു അൻഹുവിലേക്ക് വന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപസാദൃശ്യമുള്ള അവിടുത്തെ സുഗന്ധം തങ്ങളുടെ പേരക്കുട്ടികൾക്ക് ലഭിച്ചിരുന്നു. അവിടുന്ന് ഹസനൈനികളെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആലിംഗനം ചെയ്യുകയാണ്. ആ ആലിംഗനത്തിൽ അവരാവശ്യപ്പെട്ടു, ബിലാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങ് ബാങ്ക് കൊടുത്തതുപോലെ ഒരു ബാങ്ക് കൊടുക്കാമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പണ്ട് എവിടെ വെച്ചായിരുന്നോ ബാങ്ക് കൊടുത്തിരുന്നത് ആ സ്ഥലത്തേക്ക് കയറി ചെന്നുകൊണ്ട് ബാങ്ക് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലജ്ജത്തിൽ മദീന, മദീന ആകെ വിറയൽ കൊണ്ടു. അബു ഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വന്നുവോ എന്ന് മദീന ഒന്നടങ്കം ആശ്ചര്യപ്പെട്ടു പോയി. കാരണം മദീനയിലെ ജനങ്ങൾ ഇത്തരത്തിലുള്ളൊരു ബാങ്ക് കേട്ട് വർഷങ്ങളായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്താണ് അവസാനമായി ഇത്തരത്തിലുള്ള സ്വരമാധുര്യമുള്ള കർണാനന്ദകരമായ ഒരു ബാങ്ക് കേട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തായിരുന്നു. അവിടുത്തെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ഇവിടെ നിന്ന് നാട് വിട്ടതാണ്. പിന്നീട് ഇതാ മടങ്ങി വന്നപ്പോൾ ആ ബാങ്കൊലി മുഴങ്ങുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മദീനയിലുള്ള വീടുകളിൽ നിന്നും സ്ത്രീകൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും മടങ്ങി വന്നുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലേക്ക് മടങ്ങി വന്നുവോ എന്ന് സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും അലമുറയിട്ട് ചോദിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങാടികളിൽ നിന്നുള്ള വൃദ്ധന്മാരും അങ്ങാടികളിൽ നിന്നുള്ള പുരുഷന്മാരും അവർ ബാങ്ക് കേൾക്കുന്ന ഭാഗത്തേക്ക് ഓടുകയാണ്. വീടുകളുടെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന സ്ത്രീകൾ അവർ ബാങ്ക് കേൾക്കുന്ന ഭാഗങ്ങളിലേക്ക് ഓടുകയാണ്. മദീന പള്ളി ലക്ഷ്യമാക്കി ഓടുകയാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ വാക്കുകൾ ഉയർന്നതോടുകൂടി ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ടമിടറുകയാണ്. അവിടുത്തെ ശബ്ദമിടറിക്കൊണ്ട് ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്തിൽ നിന്നും താഴോട്ടേക്ക് മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്ത മദീനയിൽ വെച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ആ സ്നേഹാധിക്യം കൊണ്ട് അവിടെ മോഹാലസ്യപ്പെട്ട് പോയി വീഴുകയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ് സ്നേഹം വെച്ച സ്വഹാബിമാരുടെ ചരിത്രം എന്നുള്ളത്.